കൂട്ടുകാരെ സസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കെയർ വീഡിയോയും സെയിൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് പോയപ്പോഴത്തേനും ഒരു മനോഹരമായ സ്കൂൾ കാണുകയുണ്ടായി. ആ സ്കൂളിൽ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഗാർഡനാണ് കേട്ടോ. ആര് കണ്ടാലും ഒന്ന് നോക്കി പോകുന്ന അത്രയും മനോഹരമായ ഗാർഡനാണ്. അപ്പം ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ സ്കൂൾ ഏതെന്ന് അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, ഏതാ സ്കൂളിൽ നിന്ന് കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. അപ്പം ഈ സ്കൂളിൽ ചെന്നപ്പോൾ ഇവിടുത്തെ ഗാർഡനിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഇവിടുത്തെ ഈ ഒരു ബൊഗെയിൻവില്ലയാണ് കേട്ടോ. അപ്പോൾ ഈ ബൊഗെയിൻവില്ല കണ്ടില്ലേ, ഇതുപോലെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. അപ്പോൾ പടർന്ന് പന്തലിച്ച് കിടക്കുമ്പോഴത്തേന് ഇതിൻ്റെ അടിവശത്തൊക്കെ നല്ല രീതിയിൽ കമ്പി വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കമ്പി വെച്ച് പന്തലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ഒരു ചെടീനെ അത് പടർത്തി വിട്ടേക്കുന്നത്. അല്ലെങ്കിൽ ഈ പ്ലാന്റിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ ഇതാകുമ്പോൾ നല്ല സേഫായിട്ട് പടർന്ന് പന്തലിച്ച് കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ അടിയിൽ നല്ലൊരു കിണറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കിണറിനെ ഈ ഒരു പ്ലാന്റ്, ഈ ഒരു ബൊഗെയിൻവില്ല നല്ല കൊട പോലെ സംരക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ബൊഗെയിൻവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കടലാസ് ചെടി എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടിക്ക് ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ നിങ്ങൾക്കറിയാലോ, ഓരോ വെറൈറ്റീസും പല വെറൈറ്റീസും നമ്മൾ സെയിലിന് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഓരോ വെറൈറ്റീസും അത്രയ്ക്ക് ഭംഗിയാണ്. ഇതിനൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്തൊന്ന് വളം കൊടുക്കുക. അതിൽ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റിനെ കറക്റ്റ് സമയത്ത് പ്രൂൺ ചെയ്യുക. കറക്റ്റ് സമയത്ത് പ്രൂൺ ചെയ്താൽ മാത്രമേ ഇത് നല്ലതായിട്ട് ഫ്ലവർ ചെയ്യത്തുള്ളൂ. അപ്പം ഈ ഒരു സ്കൂളിൽ നല്ല രീതിയിൽ ഗാർഡൻ നോക്കാൻ ആൾക്കാരുള്ളത് കൊണ്ടാവാം ഇത് നല്ല രീതിയിൽ പ്രൂണിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ല രീതിയിൽ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു ചെടി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നന്നായിട്ട് പൂക്കൾ നിൽക്കുന്നത്. അപ്പം നമ്മൾ ആര് കണ്ടാലും ഒന്ന് നോക്കി പോകും. ഇത് കൂടാതെ ഒരുപാട് നല്ല നല്ല പോട്ടിൽ പല വെറൈറ്റീസ് ഓഫ് ബൊഗെയിൻവില്ലാസും വേറെ കുറേ ചെടികളും ഈ ഓരോ പോട്ടിനും ഇവർ നന്നായിട്ട് പെയിൻ്റ് അടിച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് ഈ ഒരു സ്കൂൾ അറിയുന്നവരെല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.